നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറി ഉണ്ടാക്കാം. പച്ചത്തക്കാളി കൊണ്ടാണ് നമ്മളിന്ന് ഈ കറി ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ തക്കാളി കൊണ്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. തക്കാളി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്. പിന്നെ നമുക്ക് 6 ടേബിൾ സ്പൂൺ തേങ്ങ വേണം. മുളക്, 2 നുള്ളി ജീരകവും കുറച്ച് വെള്ളവും വേണം. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇടാം. പച്ചമുളക് കീറിയിടാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇത് വേകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. 6 ടേബിൾ സ്പൂൺ തേങ്ങയും 2 നുള്ളി ജീരകവും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ തക്കാളിക്ക് അധികം വേവൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പൊഴിക്കാം. ഈ കറി ഒത്തിരി അങ്ങോട്ട് കുറുകിയതുമല്ല, അതുപോലെ ഒത്തിരി ലൂസും അല്ല കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. മൊത്തത്തിൽ നമ്മൾ ഈ കറിയിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കൊരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് തിളച്ച ശേഷം വാങ്ങി വെക്കാം. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടണേ. ഞാൻ ആ ഉലുവാപ്പൊടി ഇടുന്നതിൻ്റെ വീഡിയോ കിട്ടിയില്ല, അത് കട്ടായിപ്പോയേ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. നമുക്കിനി ഈ കറിക്ക് വേണ്ടിയിട്ടൊന്ന് കടുക് വറുത്തെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ട് മൂപ്പിച്ച് ഈ കറിയിലേക്ക് ഒഴിക്കാം. നല്ല എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാൻ. അതുപോലെ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്